ഹേ ഗായ്സ്, കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കാണുന്നത്, കുറച്ച് ദിവസമൊന്നുമില്ല, ഒരു 2 ദിവസമായിട്ട് എന്താ പറയുക, നമ്മളെ തൊപ്പി സ്ട്രീം ചെയ്യുന്ന ഗെയിമറായ പ്രമുഖ ഗെയിമറായ തൊപ്പിക്കെതിരെ അവൻ്റെ കൂടെ നിന്ന് ആൾക്കാർ വല്ലാണ്ട് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അതുപോലെ എന്താ പറയുക, ഷമീർ, ഇവർ മൂന്നും ടീമായിട്ട് വന്നിട്ടാണ് ഇവരെ എന്താ പറയുക തൊപ്പിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുള്ളത്. പല പല രീതിയിൽ പല പല കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളിലേക്ക് ഇപ്പം വന്നിട്ടുള്ളത്. മമ്മ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്കൊരു 5 പൈസ തന്നിട്ടില്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൊപ്പിൻ്റെ റീപ്ലേയും കൂടി വന്നതിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ്റെ റീപ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നുള്ളത്. നമുക്ക് ഇവർ തൊപ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം. യൂസ് ചെയ്യാത്തൊരു TV ചവിട്ടി പൊട്ടിച്ച പ്രശ്നം ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാർ വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ വണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. ബ്രില്യൻ്റ്. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ ഓമ്പിച്ചാൽ ഞാൻ അത് ഞാൻ പറയാം. ഹീസ് എ ബ്രില്യൻ്റ് മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയും. അത് ഞാൻ എവിടെയും പറയും. ഹീസ് എ ബ്രില്യൻ്റ് മാൻ ഐ എവർ സീൻ. എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണം, എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇത്ര അറിയുന്ന ഒരു വ്യക്തിനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലാ, ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ വേറെ കണ്ടിട്ടില്ല. വാട്ട് എവർ എന്തോ സംഭവിച്ചോട്ടെ, അത് കണ്ടന്റ് ആക്കുക, അത് വിൽക്കുക, അത് വിറ്റുകൊണ്ട് 10 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് നമ്മളെയും കൂടി ഊമിച്ചത് കൊണ്ടാണ്. സത്യം. എനിക്ക് സത്യം പറഞ്ഞാൽ തൊപ്പിന്നുള്ള ക്യാരക്ടർ എനിക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവന് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവനും ചിന്തിച്ചുകൊണ്ടിരുന്ന ആള്. ഏത് ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ഇവൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം പൊതുവെ പുറത്ത് കാണുന്ന ഒരാൾക്ക് എന്താണ് തൊപ്പി വളരെ മോശം, അതിന് മാറി ഞാൻ എത്ര നല്ല ആളാണ്. ഞാൻ പറയാം, ഏറ്റവും ഡേഞ്ചർ ആണെന്ന് അറിയാം. ഞാൻ എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനാണ്. തൊപ്പി എന്താണെന്നറിയോ, തൊപ്പിയുള്ള ഓപ്പണാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനുള്ള പോടാൻ മതി ഓപ്പണായിട്ട് പറയും. പക്ഷേ മറ്റേ പരിപാടിയാണ് നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് ഇതെല്ലാം ചണ്ടിയാക്കി നമ്മൾ ചണ്ടിയാവുന്ന കാര്യങ്ങൾ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ പീസിന്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ പീസ് തരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ എന്താ പറയുക, അന്നെ ഡിക്ലെയർ ചെയ്ത ഒരു കാര്യമാണ് കുക്കിന്റെ. അതായത് നീ കുക്ക് ചെയ്യേണ്ട മെലിനെ കൊണ്ട് കുക്ക് അടങ്ങിയ ഒരു കാര്യമാണ്. ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് പോലും പറയാത്ത സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്ക് 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്, പട്ടിനെ പോലെ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ആൾക്കാർ കുക്കായിട്ട് എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. അവിടെ ഇന്ന ഒരു ഉറപ്പ് തന്നില്ല. തരാത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓനോടൊപ്പം നിൽക്കണം, അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, അതിലൊക്കെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ തരാൻ പറഞ്ഞാൽ നിൽക്കും. നമ്മൾ എന്തായി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ ആവശ്യം സാഹചര്യം മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. PC എന്നെ എടാ, നിങ്ങൾക്കെതിരെ അവൻ എന്തിനോ കൈ ഉയർത്തിയത് കൊണ്ടാണ് നിങ്ങളിപ്പം വന്നിട്ട് ഈ ഒരു കുരക്കുന്നുള്ളത്. കണ്ടില്ലേ, യജമാനെതിരെ നിങ്ങൾ കുരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ അവൻ എന്തോ കൈ പൊക്കിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല. അതേപോലത്തെ നല്ല ശരിക്കും ഓനിക്ക് ദേഷ്യം പിടിച്ച് എന്തും ദേഷ്യമുണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓനെ ഷട്ടിൽ കിട്ടിയില്ല, ഓനെ ഷട്ടിൽ കിട്ടിയില്ല, അന്ന് പൈസയില്ല, ചായയില്ല. നീ അതിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഓട് പറയുന്നവരെ നമ്മൾ നോക്കണം. ഓൾ ഒരു ദിവസം എന്നോട് ജാസിനോട് പറയാം, ഒന്ന് നീ അതിന്റെ ഷട്ടി പോയി ഇറക്കും. കാരണം ഓന്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ. പിന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ചിൻ്റെ പൈസ തന്നിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ പ്രൂഫും കൊണ്ടാണ് ഇപ്പം തൊപ്പി വന്നിട്ടുള്ളത്. നമുക്കതും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കേൾക്കാം. പിന്നെ അതിന് മുന്നേ ഇവൻ പറയുന്നുണ്ട് ഷഡ്ഡി അലക്കി. ഷഡ്ഡി നിൻ്റെ ഒരു ഡയറക്റ്റ് വന്ന് പാൻറ് ഊരി ആ സ്പോട്ടിന് ഇന്ത്യയിൽ ഷഡ്ഡി വന്നിട്ട് അലക്കാൻ പറയുന്നതല്ല. ബാസ്ക്കറ്റിൽ ഡ്രസ്സ് എടുത്തിട്ട് വാഷിംഗ് മെഷീൻ, അത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്, അതിലിട്ടിട്ട് അലക്കാനാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അത് നീ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. എന്നിരുന്നാലും നമുക്ക് തൊപ്പിൻ്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ, ഇവർ എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബാക്കിൽ സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ടി വരും. ഡ്രഗ്സ് ഇത് മമ്മൂന് അയച്ചു കൊടുത്ത ക്യാഷിൻ്റെ ഗൂഗിൾ ഡീറ്റെയിൽസാണ് ഇവൻ കാണിക്കുന്നുള്ളത്. അതൊന്ന് കണ്ടുനോക്കാം. ഒരുപാട് വീഡിയോസ് ഉണ്ട് തൊപ്പിൻ്റെ, ഓരോന്നും അവരെക്കുറിച്ച് പറയുന്നുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോ നെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് ചെയ്യാം. എന്തായാലും ഒരു നേരത്തെ ഫുഡ് തന്നിട്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാത്ത ഒരാളല്ല തൊപ്പി. 4 ആൾ അറിയത്തക്ക നിങ്ങളുടെ പേര് നമ്മൾ വരെ ഇപ്പം പറയണമെന്നുണ്ടെങ്കിൽ അത് തൊപ്പി മുഖേനയാണെന്നുള്ള കാര്യങ്ങൾ മറന്നു. നിങ്ങളും ഇപ്പോൾ റീച്ചായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തൊപ്പീൻ്റെ പുറകെ കൂടിയിട്ട് ഒരു 5ൻ്റെ പൈസ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ തൊപ്പി വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. വേറൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വേറെ ചെയ്യാം. ലോങ് വീഡിയോ ആവുന്നത് കൊണ്ടാണ് ഗൈസ്.
അപ്പം എന്നിരുന്നാലും നന്ദിയില്ലാത്ത ഒരു കൂട്ടുകെട്ടായിരുന്നു തൊപ്പിയുടേത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതിൽ ആരുടെ ഭാഗമാണ് ശരിയെന്ന് നമുക്കറിയില്ല. നമ്മളും അവർ പറയുന്നത് രണ്ടുപേരും പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.